അണയാത്ത സ്മരണകൾ. മേരിമാതയുടെ ശില്പികൾക്ക് പ്രണാമം. വയനാടിൻ്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ വിപ്ലവകരമായ മാറ്റം കുറിച്ച മലയോര ജനതയുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയ 3 വലിയ മനുഷ്യർ ഓർമ്മയായിരിക്കുന്നു. അഭിമന്യ മാർ ജേക്കബ് തൂങ്കുഴി പിതാവ്, മോൺസിഞ്ഞോർ ജോസഫ് കണിയാമറ്റം, ഡോക്ടർ KT വർക്കി. ഇവർ വഴിതെളിച്ച പാതയിലൂടെയാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ജീവിത വിജയത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർ ജേക്കബ് തൂങ്കുഴി ദീർഘദർശിയായ പിതാവ്. മാനന്തവാടി രൂപതയുടെ പ്രഥമ മെത്രാൻ എന്ന നിലയിൽ വയനാട്ടിലെ സാധാരണക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് അദ്ദേഹം ഈ കലാലയത്തിന് അടിത്തറയിട്ടത്. ഉന്നത വിദ്യാഭ്യാസത്തിനായി ദൂരസ്ഥലങ്ങളെ ആശ്രയിച്ചിരുന്ന വയനാടൻ ജനതയ്ക്ക് സ്വന്തം മണ്ണിൽ ഒരു കലാലയം വേണമെന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് മേരിമാത എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നയിച്ചത്. വെറുമൊരു കെട്ടിടമല്ല, മറിച്ച് തലമുറകളെ വാർത്തെടുക്കുന്ന ഒരു കലാലയമാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വാത്സല്യവും ദീർഘവീക്ഷണവും ഇന്നും ഈ ക്യാമ്പസിൻ്റെ ഓരോ മൺതരിയിലുമുണ്ട്. മോൺസിഞ്ഞോർ ജോസഫ് കണിയാമറ്റം കർമ്മയോഗിയായ സാരഥി. കോളേജിൻ്റെ സ്ഥാപനഘട്ടത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് പ്രഥമ മാനേജർ മോൺസിഞ്ഞോർ ജോസഫ് കണിയാമറ്റം. കോളേജിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിലും ഗവൺമെൻറ് തലത്തിലുള്ള അനുമതികൾ നേടിയെടുക്കുന്നതിലും അദ്ദേഹം അക്ഷീണം അധ്വാനിച്ചു. കോളേജിൻ്റെ ഓരോ കല്ലും പാകുമ്പോൾ അതിനു പിന്നിൽ അദ്ദേഹത്തിൻ്റെ വിയർപ്പും പ്രാർത്ഥനയുമുണ്ടായിരുന്നു. പ്രാദേശികമായ തടസ്സങ്ങൾ നീക്കി ജനപങ്കാളിത്തത്തോടെ കോളേജ് കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ സംഘാടന മികവ് വലിയ പങ്കുവഹിച്ചു. പ്രതിസന്ധികളിൽ തളരാതെ കോളേജിനെ മുന്നോട്ട് നയിച്ച ആ കരുത്തുറ്റ നേതൃത്വം എന്നും സ്മരിക്കപ്പെടേണ്ടതാണ്. ഡോക്ടർ KT വർക്കി വിജ്ഞാനത്തിൻ്റെ വഴികാട്ടി. മേരിമാത കോളേജിൻ്റെ പ്രഥമ പ്രിൻസിപ്പൽ എന്ന നിലയിൽ കലാലയത്തിൻ്റെ അക്കാദമിക അടിത്തറ പാകിയത് ഡോക്ടർ KT വർക്കിയാണ്. ഒരു പുതിയ കോളേജിനെ അച്ചടക്കത്തിലും ഗുണനിലവാരത്തിലും സംസ്ഥാനത്തെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്താൻ അദ്ദേഹം പരിശ്രമിച്ചു. വിദ്യാർത്ഥികളിലും അധ്യാപകരിലും ഒരേപോലെ സ്വാധീനം ചെലുത്തിയ അദ്ദേഹം കോളേജിന് ഒരു സാംസ്കാരിക അടിത്തറ നൽകുന്നതിൽ വിജയിച്ചു. അച്ചടക്കവും അക്കാദമിക് മികവും സമന്വയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പടുത്തുയർത്തിയ ആ അടിത്തറയുടെ ബലത്തിലാണ് ഇന്നും കോളേജ് തലയുയർത്തി നിൽക്കുന്നത്. ഈ പ്രകാശഗോപുരങ്ങൾ ഇന്ന് നമ്മുടെ കൂടെയില്ലെങ്കിലും ഇവർ കൊളുത്തിവെച്ച അറിവിൻ്റെ ദീപം മേരിമാത കോളേജിലൂടെ ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു. ഭൗതികമായി ഇവർ നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും ഇവർ പകർന്നു നൽകിയ മൂല്യങ്ങളും അറിവും ഇന്നും നമുക്ക് വഴികാട്ടുന്നു. ഇവരുടെ ദർശനങ്ങൾ പിന്തുടരുക എന്നതാണ് നാം അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ആദരം. നമുക്ക് ഒരു നിമിഷം ആദരവോടെ എഴുന്നേറ്റു നിൽക്കാം. 1 മിനിറ്റ് നിശബ്ദതയിൽ ഈ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് പ്രണാമമർപ്പിക്കാം.